കർണാടക അതിർത്തി പ്രദേശത്തെ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുക, പരിഹാരം നിർദ്ദേശിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാഷാ ന്യൂനപക്ഷ സംഗമം നടത്തിയത്. ഭാഷാ ന്യൂനപക്ഷങ്ങൾ കാസർഗോഡ് മണ്ഡലത്തിൽ നിർണായക ശക്തിയാണ്. PSC പരീക്ഷയിൽ മലയാള ഭാഷ നിർബന്ധമാക്കിയ നടപടി ഉൾപ്പെടെ സർക്കാരിനെതിരെ നിരവധി പരാതികൾ ഈ വിഭാഗത്തിനുണ്ടായിരുന്നു. ഇത് പരിഹരിച്ച് ന്യൂനപക്ഷ വിഭാഗത്തെ പാർട്ടിയോട് ചേർത്ത് നിർത്തുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യം. ജനപഥങ്ങളുടെ ഒട്ടനേകം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പെടേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ചുകൊണ്ട് അവയ്ക്ക് പരിഹാരം കണ്ടെത്താനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഈ രണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്ന ഈ ചടങ്ങ്. കാസർഗോഡിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കോൺഗ്രസിനുണ്ടായിരുന്ന സ്വാധീനം BJPയുടെ വരവോടെ നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു വിഭാഗം BJPയിൽ നിന്നും അകന്നു നിൽക്കുന്ന സമയമാണ്. ഇത് പ്രയോജനപ്പെടുത്തി മേഖലയിലെ സ്വാധീനം തിരിച്ചുപിടിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ ജയം കാസർകോട്ടെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രതിഫലിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. സംഗമം കർണാടക മന്ത്രി രാമനാഥ റൈ ഉദ്ഘാടനം ചെയ്തു. ഷെഫീഖ് നസറുള്ള, മീഡിയ വൺ, കാസർഗോഡ്.